നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇത് ലൂസിഫറിൻ്റെ കഥയാണ്, സാത്താൻ്റെയും കഥ. ഈ കഥയിൽ മലയാളത്തിലെ ഏതെങ്കിലും നടന്മാർക്കോ സംവിധായകർക്കോ മറ്റേതെങ്കിലും പ്രഗത്ഭ വ്യക്തികൾക്കോ ഈ കഥയിലെ കഥാപാത്രങ്ങളുമായി സാദൃശ്യകത തോന്നുകയാണെങ്കിൽ അത് യാദൃച്ഛികം മാത്രമാണ്. സാത്താൻ നുണയനാണ്, നുണയൻ്റെ പിതാവുമാണ്. ആദത്തിനെയും അവയെയും വഴിതെറ്റിച്ചത് മുതൽ സാത്താൻ്റെ പ്രവൃത്തികൾ കാണാൻ കഴിയും. ലോകാവസാനം വരെ അത് തുടരും. ഒരിക്കൽ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം പറഞ്ഞ വാക്കുകൾ. ഇതേക്കുറിച്ച് പഠനം നടത്താൻ സഭയെന്ന് ഒരു കമ്മീഷനെ നിയോഗിച്ചിരുന്നു. പിന്നീട് നമ്മൾ കേട്ടത് നടുക്കുന്ന സാത്താൻ സേവയുടെ ചില വെളിപ്പെടുത്തലുകൾ. സാത്താൻ സേവയ്ക്കെതിരെ ഇടവകകൾ തോറും ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള പരിപാടികൾ. സാത്താൻ ആരാധകരുടെ കറുത്ത കുർബാന സഭ ഒരിക്കലും അംഗീകരിക്കില്ല. തിരുവോസ്തി അശുദ്ധമാക്കുന്നതിലൂടെ ദൈവനിന്ദയാണ് അവർ ലക്ഷ്യമിടുന്നത്. ദൈവനിന്ദയിലൂടെ സാത്താനെ ആരാധിക്കുക, ലൂസിഫറിനെ സന്തോഷിപ്പിക്കുക. കേരളത്തിലെ സാത്താൻ സേവയെക്കുറിച്ച് ഒരിക്കൽ പി വിജയൻ IPS വിശദമായ ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. അവരവർക്ക് ശരിയെന്ന് തോന്നുന്ന വിശ്വാസത്തിന് പുറകെ പോകുന്നതിൽ എന്താണ് തെറ്റെന്ന് സാത്താൻ സേവക്കാർ ചോദിക്കുന്നു. ദൈവത്തെ ആരാധിക്കാൻ ഏതറ്റം വരെ പോകാമെങ്കിൽ എന്തുകൊണ്ട് സാത്താനെ ആരാധിക്കാൻ ഏതറ്റം വരെയും പോയിക്കൂടാ? ലോകത്തുണ്ടാകുന്ന ദുരന്തങ്ങൾക്കൊക്കെ ദൈവത്തിന് പരിഹാരമുണ്ടോ? അവിടെയല്ലേ സാത്താൻ പിറക്കുന്നത്? അവിടെയല്ലേ ലൂസിഫർമാർ അരങ്ങു വാഴുന്നത്? വിശുദ്ധ ഗ്രന്ഥങ്ങളെ അവർ ആർത്തവരക്തവും ബീജവും വിസർജ്യവും കൊണ്ട് അശുദ്ധമാക്കും. ദൈവത്തെ തുരത്തുമ്പോൾ സാത്താൻ്റെ സാന്നിധ്യമുണ്ടാകും. കറുത്ത മേശമേൽ നഗ്നയാക്കി കിടത്തിയ യുവതിയുടെ ശരീരത്തെ അൾത്താരയായി സങ്കല്പിച്ച് അവർ ആരാധന നടത്തും. പള്ളിയിൽ നിന്നും കടത്തിക്കൊണ്ടുവരുന്ന തിരുവോസ്തി സ്ത്രീയുടെ രഹസ്യഭാഗത്ത് അവർ വയ്ക്കും. തലതിരിച്ചു നാട്ടിയ കുരിശിലേക്ക് ആർത്തവരക്തവും വിസർജ്യവും ചുരിയും. ദൈവത്തെ നിന്ദിക്കുന്നതിനു വേണ്ടി അവർ കാൽപാദത്തിൽ കുരിശ് പച്ചകുത്തും. സാത്താൻ്റെ സാന്നിധ്യം അനുഭവപ്പെട്ടാൽ പിന്നെ വീഞ്ഞു വിതരണം. ലഹരിമരുന്ന് കലർത്തിയത് ഉള്ളിൽ ചെല്ലുന്നതോടെ അബോധാവസ്ഥയിലേക്ക്. വ്യഭിചാരം, ജാരവൃത്തി, ഗർഭചിത്രം, സ്വവർഗരതി എന്നിവയൊന്നും പാപമല്ല എന്നിവർ വിശ്വസിക്കുന്നു. പരസ്യ ലൈംഗിക വീഴ്ച ഉൾപ്പെടെ ഒന്നും ഇവർക്ക് അശുദ്ധമല്ല. തെക്ക് ദിക്കിലെ നരകത്തിൻ്റെ അധിപനാണ് സാത്താൻ. കൃത്യമായി തെക്ക് ദിക്കറിയുന്നതിനു വേണ്ടി ഇവർ വടക്ക് നോക്കി യന്ത്രം ഉപയോഗിക്കുന്നു. കറുത്തതോ കട്ട പിടിച്ച രക്തത്തിൻ്റെ നിറമുള്ളതോ ആയ വസ്ത്രങ്ങൾ അണിഞ്ഞാണ് ഇവർ ആരാധനയ്ക്കെത്തുന്നത്. കറുത്ത വസ്ത്രമാണ് അവർക്കിഷ്ടം. തലയോട്ടിയിൽ നിറച്ച ആർത്തവരക്തമോ മൂത്രമോ ഉപയോഗിച്ചാണ് അവരുടെ ആരാധന. മനുഷ്യക്കൊഴുപ്പ് ഉപയോഗിച്ച് തയ്യാറാക്കിയ മെഴുകുതിരി അവർ കത്തിക്കും. വിശുദ്ധ കുർബാനയെ വികലമായി അനുകരിച്ച് നടത്തുന്ന സാത്താൻ ആരാധനക്കാർ. ഇവർ നമ്മുടെ കൊച്ചിയിലുണ്ട് എന്ന് 2018 പോലീസ് തന്നെ നടത്തിയ വെളിപ്പെടുത്തലുകൾ നമുക്ക് മുന്നിലുണ്ട്. എറണാകുളത്തെ ഒരു നേഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ദുരൂഹ മരണത്തിന് പിന്നാലെ പോയവർ ഒടുവിൽ ചെന്നെത്തപ്പെട്ടത് സാത്താൻ്റെ മുന്നിൽ. സ്വന്തം അധ്യാപിക തന്നെയായിരുന്നു ആ പെൺകുട്ടിയെ സാത്താൻ്റെ മുന്നിൽ കൊണ്ടുചെന്നെത്തിച്ചത്. വെളിപാട് പുസ്തകത്തിൽ മനുഷ്യരും മൃഗങ്ങളുമൊക്കെ ഒരിക്കൽ സംഖ്യകൾ കൊണ്ട് അറിയപ്പെടുന്ന കാലമെത്തും. ഇപ്പോൾ മനുഷ്യരൊക്കെ നമ്പറുകൾ കൊണ്ടല്ലേ അറിയപ്പെടുന്നത്? ഒന്നുകിൽ ആധാർ, അല്ലെങ്കിൽ പാൻ, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ. സാത്താൻ്റെ കാലം ആസന്നമായി എന്നവർ വിശ്വസിക്കുന്നു. സാത്താൻ ആരാധനക്കാരുടെ കയ്യിൽ നിന്ന് എത്രയെത്ര കുട്ടികളെയാണ് അവരുടെ മാതാപിതാക്കൾ വീണ്ടെടുത്തിട്ടുള്ളത്? അതിൻ്റെ കണക്കുകൾ ക്രിസ്ത്യൻ സഭയുടെ കയ്യിലുണ്ട്. മലയാളികളായ 3 പേർ അരുണാചൽ പ്രദേശിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതോടെ കേരളത്തിൽ സാത്താൻ സേവയെക്കുറിച്ചുള്ള ചർച്ചകൾ അന്ന് ശക്തമായിരുന്നു. സ്ത്രീകളും പുരുഷന്മാരുമൊക്കെയായി ഒട്ടനവധി സാത്താൻ സേവക്കാർ കേരളത്തിലുണ്ട്. ഒട്ടനവധി സിനിമ പ്രവർത്തകർ കൊച്ചിയിൽ സാത്താൻ സേവയുടെ പിന്നാലെ പായുന്നു. അതിൽ പ്രമുഖ നടന്മാരും സംവിധായകരുമൊക്കെയുണ്ട്. ലൂസിഫറിനെ ആരാധിച്ചാൽ വലിയ പണക്കാരാകാം എന്നവർ കണക്കുകൂട്ടുന്നു. ലോകം കീഴടക്കാൻ ലൂസിഫറിനെ സേവിക്കുക. കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് കറുത്ത മാസിലേക്ക് അവർ നടന്നെടുക്കുന്നു. ലൂസിഫറിൻ്റെ പ്രീതി സമ്പാദിച്ചാൽ പിന്നെ കാമം, സുഖഭോഗം എന്തും തങ്ങൾക്ക് സ്വായത്തമാക്കാം. ലോകം മുഴുവൻ കീഴടക്കാനുള്ള പണം നേടാം. മനുഷ്യനെ നേർവഴിയിലേക്ക് നയിക്കുന്ന ദൈവമാണ് പിന്നെ അവരുടെ ശത്രു. അതുകൊണ്ട് തന്നെ അവർ ദൈവത്തെ എതിർക്കുന്നു, ലൂസിഫറിനെ വണങ്ങുന്നു. സാത്താൻ സേവ എന്നു മുതൽ ലോകത്ത് തുടങ്ങി എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളില്ല. 17-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലാണ് സാത്താൻ സേവയ്ക്ക് തുടക്കമെന്ന് ചില
എഴുത്തുകൾ പറയുന്നു. ദൈവത്തെക്കാൾ കരുത്തനാണ് സാത്താൻ എന്ന് ഇക്കൂട്ടർ വിശ്വസിക്കുന്നു. ഭൂമിയിലും സ്വർഗത്തിലുമുള്ള സകലതും ചോദ്യം ചെയ്യാൻ കഴിവുള്ളവനാണ് സാത്താൻ. സാത്താന്റെ ഏറ്റവും കടുത്ത രൂപമായി അവർ ലൂസിഫറിനെ വണങ്ങുന്നു. ദൈവനിന്ദയുടെ പേരിൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ലൂസിഫർ മാലാഖയാണ് അവരുടെ ആരാധനാമൂർത്തി. ലൂസിഫറിന്റെ പിൻഗാമികളാണ് തങ്ങളെന്ന് അവർ വിശ്വസിക്കുന്നു. 1966 ആന്റൺ സാന്റോൺ ലാവയാണ് സാത്താൻ സഭ രൂപീകരിക്കുന്നത്. ക്രൈസ്തവ സഭയുടെ ചില ചിഹ്നങ്ങൾ അല്പസ്വല്പം മാറ്റങ്ങളോടെ വികലമാക്കി അവർ സ്വന്തം ചിഹ്നങ്ങളാക്കി. ക്രൈസ്തവ സഭ ഏറെ ആരാധിക്കുന്ന കുരിശിനെ അവർ വണങ്ങുന്നില്ല. കുരിശിനെ അവർ അധിക്ഷേപിക്കുന്നു. പള്ളികളിലുള്ള കുരിശുകൾ താഴെയിട്ടവർ ചവിട്ടി പൊട്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ആരാധനയായ കറുത്ത കുർബാനയാണ് അവരുടെ ആയുധം. തലതിരിച്ച കുരിശാണ് അവർ സ്വീകരിക്കുന്നത്. കുരിശ് തലതിരിച്ച് തറയിലേക്കിടുന്നതാണ് അവരുടെ ഏറ്റവും വലിയ വിശ്വാസാനുഷ്ഠാനം. കട്ടക്കറുപ്പ് വസ്ത്രങ്ങൾ അണിഞ്ഞാണ് അവരുടെ പുരോഹിതനെത്തുന്നത്. സാത്താൻ സഭയിൽ ആർക്ക് അംഗങ്ങളാകാം, ഒന്നിനെയും അവർ ഭയക്കുന്നില്ല എന്ന് പറയുന്നു. മറയ്ക്കുള്ളിലാണ് പക്ഷേ അവരുടെ പ്രവർത്തനങ്ങൾ. സാധാരണ അംഗങ്ങളും ആക്റ്റീവ് അംഗങ്ങളുമായി 2 വിഭാഗമുണ്ട് ഇത്തരം സാത്താൻ സേവക്കാരിൽ. ലൈംഗിക കേടുകളിലും മറ്റും ആക്റ്റീവായി പങ്കെടുക്കാൻ ആക്റ്റീവ് അംഗങ്ങൾക്ക് മാത്രമേ അനുവാദമുള്ളൂ. ആക്റ്റീവ് അംഗം പരിചയപ്പെടുത്തുന്ന ഒരാൾക്ക് മാത്രമാണ് സാത്താൻ സഭയിൽ പ്രവേശനം നൽകുന്നതും. ഇവരുടെ പ്രവർത്തനങ്ങൾ ഏറെക്കാലം നിരീക്ഷിച്ചതിന് ശേഷമാണ് സ്ഥിരാംഗമാക്കി മാറ്റുന്നത്. 10,000 മുതൽ ലക്ഷങ്ങൾ വരെയാണ് അംഗത്വ ഫീസ്. ഇവർ തങ്ങൾ വിശ്വസിക്കുന്ന മതത്തിലെ വിശുദ്ധ ഗ്രന്ഥങ്ങളെയും വിശുദ്ധ ചിഹ്നങ്ങളെയും അപമാനിക്കണം. അതുകൊണ്ട് തന്നെ സാത്താൻ സേനയിൽ അംഗമാകുക വലിയ കടമ്പയാണ്. 666 എന്ന സാത്താനീയ സംഖ്യയാണ് ഇവർ തങ്ങളുടേതായി കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്പറും ഇതുതന്നെ. ബ്ലാക്ക് മാസിനിവർ ഒത്തുകൂടും. ഈ നമ്പറിലുള്ള ഫ്ലാറ്റുകളിലോ റൂമുകളിലോ ഒക്കെ ആയിരിക്കും ഇവരുടെ ഇത്തരം ഒത്തുകൂടലുകൾ. കറുത്ത നിറത്തിലുള്ളതാവണം ആരാധന ഇടങ്ങളൊക്കെ. ഉള്ളിൽ കടന്നാൽ എല്ലാവരും കറുത്ത വസ്ത്രങ്ങൾ ധരിക്കണം. മങ്ങിയ വെളിച്ചത്തിൽ ആധുനിക സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയോടെ ആരാധന തുടങ്ങും. മണിക്കൂറുകൾ കഴിയുന്നതോടെ ആരാധനയുടെ രൂപവും ഭാവവും ഒക്കെ മാറും. മദ്യം ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക ലഹരി വസ്തുക്കളും അവിടെയുണ്ട്. കാമപ്പേക്കൂത്തിൻ്റെ ഇടമാണ് ഇത്തരം സാത്താൻ സഭകൾ. ആർക്ക് ആരുമായും ലൈംഗിക ബന്ധത്തിലേർപ്പെടാം. ബ്ലാക്ക് മാസിൽ പങ്കെടുത്താൽ ബിസിനസ്സിൽ വലിയ ഉയർച്ചയുണ്ടാകുമെന്ന് ചിലർ പറഞ്ഞു വിശ്വസിപ്പിക്കും. മറ്റു ചിലർക്ക് ശത്രുക്കളെ നിഗ്രഹിക്കണമെങ്കിൽ ഇത്തരം സാത്താൻ സഭയിൽ ചേർന്നാൽ മതി. മനുഷ്യന്റെ ഉൽപ്പത്തിക്ക് മുൻപ് ദൈവനിഷേധം നടത്തിയതിൻ്റെ പേരിൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മാലാഖയാണ് ലൂസിഫർ. ലോകത്ത് പാപത്തിൻ്റെ തുടക്കവും ലൂസിഫറിൽ നിന്നാണ്. ദൈവത്തിൻ്റെ പറുദീസയിൽ ദൈവത്തെക്കാൾ ഉന്നതനാകാൻ ശ്രമിച്ചതിൻ്റെ പേരിലാണ് അവൻ പുറത്താക്കപ്പെട്ടത്. പിന്നീട് ദൈവത്താൽ അവൻ ശപിക്കപ്പെട്ടു. ആദ്യ മനുഷ്യനായ ആദത്തിനും ഹവ്വയ്ക്കും മുന്നിൽ സർപ്പത്തിൻ്റെ രൂപത്തിൽ അവൻ പിന്നീടെത്തി. താൻ ദൈവത്തെ പോലെ ആരാധിക്കപ്പെടേണ്ടവനാണ് എന്ന് ചിന്ത പുലർത്തുന്ന ലൂസിഫർ ഇതിനുവേണ്ടി മനുഷ്യകുലത്തെയാകെ തൻ്റെ വരുതിയിലാഴ്ത്താൻ ശ്രമിച്ചു. എറണാകുളത്തെ പള്ളികളിൽ നിന്ന് തിരുവോസ്തി സ്ഥിരമായി മോഷണം പോകുന്ന സംഭവം വർഷങ്ങൾക്ക് മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്നാണ് സാത്താൻ ആരാധനയ്ക്കായി ഇത്തരം ഓസ്തികൾ ചിലർ കടത്തിക്കൊണ്ടുപോകുന്നു എന്ന് കത്തോലിക്ക സഭ തിരിച്ചറിഞ്ഞത്. സാത്താൻ ആരാധനക്കാർക്ക് ഈ തിരുവോസ്തികൾ നൽകിയാൽ വലിയ തുക ലഭിക്കും. കോഴിക്കോട് ജില്ലയിലെ ചില ധ്യാന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാജകൊന്തകൾ വിറ്റഴിക്കാൻ ശ്രമിച്ച വാർത്തയും അക്കാലത്ത് പുറത്തുവന്നു. അർദ്ധരാത്രിയോടെയാണ് സാത്താൻ ആരാധന ആരംഭിക്കുന്നത്. ആരാധന നടക്കുന്ന മുറിയുടെ ചുവരിൽ സാത്താൻ്റെ ചിത്രം പതിക്കും, ലൂസിഫറിൻ്റെ ചിത്രം. സാത്താൻ ആരാധനയെക്കുറിച്ച് കൂടുതൽ തിരുവനന്തപുരം നന്തൻകോട് കേടൽ അന്വേഷിച്ചറിഞ്ഞത് ഇൻ്റർനെറ്റിൽ. ആസ്ട്രൽ പ്രൊജക്ഷൻ സൗജന്യമായി പഠിപ്പിച്ചു കൊടുക്കുന്ന നിരവധി വെബ്സൈറ്റുകൾ. അന്ന് തിരുവനന്തപുരം DIG ആയിരുന്ന G. സ്പർജൻ കുമാർ IPS വെളിപ്പെടുത്തി 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ സാത്താൻ ആരാധന നടത്താറുണ്ട് എന്ന് കേടൽ തങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നുവെന്ന്. അതീന്ദ്രിയ അനുഭവങ്ങളും കഥകളുമൊക്കെ വിശ്വസിക്കുന്നവരുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചു വരുന്നു. അവിടെയാണ് ക്രിസ്ത്യൻ സഭ നേരിടുന്ന വലിയ വെല്ലുവിളി. ലൂസിഫർമാർക്ക് വലിയ സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കുന്ന വലിയൊരു കോക്കസ് ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രവർത്തനങ്ങൾ തുടങ്ങി. നിയമങ്ങൾ ലംഘിച്ച് ജീവിക്കാൻ മനസ്സുള്ളവരെയാണ് സാധാരണ സാത്താൻ സഭക്കാർ പിടികൂടുന്നത്.
സാത്താൻ്റെ മറ്റൊരു രൂപമാണ് ലൂസിഫർ. പൂർണ്ണമായി ഒരു പ്രതിനായകനല്ല ലൂസിഫർ എന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാൽ ക്രിസ്ത്യൻ സഭ ലൂസിഫറിനെ പ്രതിനായകനായല്ല, ലോകത്തിലെ ഏറ്റവും വലിയ തിന്മയുടെ പ്രതിരൂപമായാണ് കാണുന്നത്. ബൈബിൾ അനുസരിച്ച് ലൂസിഫർ ശക്തനും സുന്ദരനുമായ ഒരു മാലാഖയായിരുന്നു. ദൈവത്തിനെതിരെ അവൻ മത്സരിച്ചു, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ദൈവത്തിന് മുകളിൽ സ്വയം ഉയരാൻ ആഗ്രഹിച്ച അഹങ്കാരിയും അതിമോഹിയുമായ ഒരു മാലാഖ. സ്വർഗത്തിൻ്റെ ഭരണാധികാരിയാകാൻ അവൻ ശ്രമിച്ചു. ദൈവത്തിനെതിരെ മാലാഖമാരുടെ കലാപമുയർത്തി. ഒടുവിൽ ദൈവം ലൂസിഫറിനെ പരാജയപ്പെടുത്തി അനുയായികളോടൊപ്പം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ലൂസിഫറിന്റെ പതനത്തിന്റെ കഥ ദൈവശാസ്ത്രപരവും ദാർശനികവുമായ വിശകലനങ്ങൾക്ക് ഇടവന്നിട്ടുണ്ട്. ലൂസിഫർമാരുടെ വിജയം താൽക്കാലികമാണ്. എല്ലാ ലൂസിഫർമാരെയും ആത്യന്തികമായി കാത്തിരിക്കുന്നത് വലിയ പരാജയങ്ങൾ തന്നെ. അഹങ്കാരത്തിൻ്റെയും അഭിലാഷത്തിൻ്റെയും അപകടങ്ങളെക്കുറിച്ചൊരു മുന്നറിയിപ്പ് കഥയായി ലൂസിഫറിൻ്റെ കഥ ക്രിസ്ത്യൻ സഭ വ്യാഖ്യാനിക്കുന്നു. എന്നും ലോകത്തിലെ നന്മയ്ക്കും തിന്മയ്ക്കുമിടയിലുള്ള പോരാട്ടത്തിൻ്റെ പ്രതിഫലനമാണ് ലൂസിഫറിൻ്റെ കഥ. ലൂസിഫറിൻ്റെ പതനത്തിൻ്റെ കഥ വ്യത്യസ്ത സംസ്കാരങ്ങളിലും മതങ്ങളിലും വ്യത്യസ്ത രീതികളിൽ പരിണമിക്കുകയും അനുരൂപമാകുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബൈബിൾ വിവരണമാണ് ഏറ്റവും പ്രസിദ്ധം. ഇസ്ലാമിക പാരമ്പര്യത്തിൽ ഇബ്ലീസിൻ്റെ കഥ ബൈബിൾ വിവരണത്തിന് സമാനമാണ്. ഇബ്ലീസിൻ്റെ കഥ ഹിന്ദു പുരാണങ്ങളിൽ ലൂസിഫറുമായി ചില സാമ്യതകൾ പങ്കിടുന്ന അസുരൻ, രാവണൻ തുടങ്ങിയ വ്യക്തിത്വങ്ങൾ. ഗ്രീക്ക് പുരാണങ്ങളിൽ ദൈവങ്ങൾക്കെതിരെ മത്സരിക്കുന്ന പ്രോമിത്യൂസ്, ഇക്കാറസ് തുടങ്ങിയ കഥാപാത്രങ്ങൾ. ലൂസിഫർ ഉൾപ്പെടെ വീണുപോയ മാലാഖമാരുടെ കഥ വിശദീകരിക്കുന്ന ഒരു പുരാതന ജൂതഗ്രന്ഥമുണ്ട്, ഈനോക്കിൻ്റെ ഗ്രന്ഥം. മനുഷ്യകുലത്തെ വഴിതെറ്റിക്കാൻ ആന്റൺ ലാവയുടെ ദ സാത്താനിക് ബൈബിൾ 20-ാം നൂറ്റാണ്ടിൽ പുറത്തിറങ്ങി. അത് സാത്താനിസത്തിൻ്റെ ബൈബിളാണ്. തത്വചിന്തയും മതബോധവും ഒന്നുമില്ലാത്ത വെറും സാത്താനിസം. വ്യക്തിവാദവും കലാപവും സ്വയം നിർണയത്തിൻ്റെ പ്രതീകമായി ഈ ബൈബിളിൽ കാണുന്നു. ഈ പുസ്തകത്തിൽ ലൂസിഫറിനെ ചിത്രീകരിച്ചിരിക്കുന്നു. സാത്താൻ അഥവാ പിശാചെന്നറിയപ്പെടുന്ന ലൂസിഫർ പല മതങ്ങളിലും പുരാണങ്ങളിലും പരാമർശിക്കപ്പെട്ടു. ലൂസിഫർ ഭൂമിയിലേക്ക് വീണു എന്നാണ് ജനപ്രിയ സിദ്ധാന്തം. ബാബിലോണിന്റെ ശക്തിയിലും സമ്പത്തിലും ആകൃഷ്ടനായ ലൂസിഫർ അവിടെ സ്വന്തം രാജ്യം സ്ഥാപിക്കാൻ ശ്രമിച്ചു. ബാബിലോൺ പുറജാതീയ ആരാധനയുടെ കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നു. ഭൗതികവാദവും സുഖഭോഗവുമാണ് അവരുടെ ഏറ്റവും ഇഷ്ടവിഭവങ്ങൾ. ലൂസിഫറിന്റെ ഭൂമിയിലേക്കുള്ള പതനത്തിന്റെ സ്ഥാനം ഇപ്പോഴും തർക്കവിഷയമാണ്. എങ്കിലും മനുഷ്യ സംസ്കാരത്തിനും ചരിത്രത്തിനുമൊക്കെ ഈ ലൂസിഫർ ചെയ്ത അപകടങ്ങൾ വലുത്. ലൂസിഫറിന്റെ പിന്നാലെ പോകുന്നവർക്ക് ഒരിക്കലും ദൈവരാജ്യമില്ല എന്ന് ക്രിസ്ത്യൻ സഭ പറയുന്നു. മിക്ക മതങ്ങളും അതുതന്നെയാണ് വിശ്വസിക്കുന്നത്. എന്നാൽ അതേ ലൂസിഫറിന്റെ പേരിൽ ഒരു പള്ളി പോലും ഇവിടെ പരിഷ്കരിക്കപ്പെടുന്നു. ദേവാലയത്തിലെ വികാരി ലൂസിഫറിനെ വണങ്ങും. അതാണ് ഇന്നത്തെ ലൂസിഫർ. ലൂസിഫറിന്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതുതന്നെയാണ് കത്തോലിക്ക സഭയെ അലോസരപ്പെടുത്തുന്നതും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.